ഒരു സിവിൽ സർവൻ്റ് ആവാനായിട്ട് ഏതൊരു വ്യക്തിക്കും വേണ്ടുന്ന കുറച്ച് ബേസിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ആ ബേസിക് ക്വാളിഫിക്കേഷൻസ് ആണ് ഒരു നോർമൽ ആസ്പിരൻറ്റിനെ ഒരു എക്സെപ്ഷണൽ കാൻഡിഡേറ്റ് ആക്കുന്നതും സക്സസ്ഫുൾ ആയിട്ട് എക്സാമിൻ്റെ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദീസ് ബേസിക് ക്വാളിറ്റീസ്? ടു സ്റ്റാർട്ട് വിത്ത്, ഫസ്റ്റ് വൺ ഈസ് ദ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിനൽ കേപ്പബിലിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. സെക്കൻഡ് വൺ, ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു അനലൈസ്. നമ്മളൊരു കാര്യം കാണുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള അതിനെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ടു ഇറ്റ് ഓർ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി, ആൻഡ് ദാറ്റ് ഈസ് എ സെക്കൻഡ് തിങ്. തേർഡ് വൺ ഈസ് ദ കേപ്പബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. നമ്മൾ പഠിച്ച ഒരു കാര്യത്തിനെ, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തിനെ അപ്ലൈ ഇറ്റ് ടു ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ എക്സാം. UPSC ഡിമാൻഡ് ചെയ്യുന്ന പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹൗ യു ആർ ടേണിംഗ് യുവർ സെൽഫ് ഇൻ ടു എ ബെറ്റർ പേഴ്സൺ, ആൻഡ് ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ കേപ്പബിലിറ്റി ഓഫ് എ പേഴ്സൺ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് എഫിഷ്യൻസി. എത്രത്തോളം സിമ്പിളായിട്ട്, എത്രത്തോളം സ്മാർട്ടായിട്ട്, എത്രത്തോളം കാൽക്കുലേറ്റഡ് ആയിട്ട് യു ആർ യൂട്ടിലൈസിങ് യുവർ ടൈം, യു ആർ യൂട്ടിലൈസിങ് യുവർ എഫേർട്സ്, ആൻഡ് ഓൾസോ യു ആർ യൂട്ടിലൈസിങ് ദ ഫെസിലിറ്റീസ് വിച്ച് ആർ അവൈലബിൾ ടു യു. ആൻഡ് ദീസ് ആർ ദ 4 basic qualities which are necessary for a civil service aspirant. And at Amrita IAS Academy, നമ്മുടെ PCM കോഴ്സിൽ, നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് കോഴ്സിൽ, what we are doing is that we are reshaping a candidate from a normal candidate to that exceptional candidate who is having these basic 4 qualities which are necessary. അപ്പോൾ അമൃത IAS അക്കാഡമിയിലെ പ്രിലിംസ് കം മെയിൻസ് കോഴ്സ് എങ്ങനെയാണ് നിങ്ങളെ ഒരു എക്സെപ്ഷണൽ ക്വാളിറ്റിയുള്ള ഒരു ആസ്പിരൻ്റ് ആക്കി മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ടു സ്റ്റാർട്ട് വിത്ത്, ടു അഡ്രസ് ദ പാർട്ട് ഓഫ് നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ. നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്സസിൽ നിങ്ങളുടെ നോളജ് ബേസ്, അതായത് UPSC സിലബസിന്റെ അടിസ്ഥാനത്തിൽ ദർ ആർ ഓൾമോസ്റ്റ് 18 സബ്ജക്ട്സ് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വി ഹാവ് എസ്സേ. അപ്പോൾ ഈ ടോപ്പിക്കുകളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും മനസ്സിലാക്കാനായിട്ട് വി ഹാവ് ഓൾമോസ്റ്റ് 850+ hours ഓഫ് ക്ലാസ് ഷെഡ്യൂൾ. ആൻഡ് ദ ക്ലാസ്സസ് ഏകദേശം ഒരു മെയ് മിഡ് ഫ്രം ജൂൺ അത് സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ ദ മന്ത് ഓഫ് ഫെബ്രുവരി. സോ ഇത്രയും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സസ് വിൽ ബി ദെയർ ഫോർ യു ടു കോംപ്രഹെൻസീവ്ലി കവർ ദ എൻറ്റയർ സിലബസ് ഓഫ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് അവർ ക്ലാസ് റൂം സെഷൻസ് ഈസ് ദാറ്റ് നമ്മുടെ ഓരോ ഫാക്കൽറ്റീസും ദേ ആർ എക്സ്പേർട്സ് ഇൻ ദെയർ ഓൺ സബ്ജക്ട്സ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിനെയാണ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തരുന്നത്. ആൻഡ് ഓൾസോ ഈച്ച് ഓഫ് ദീസ് ഫാക്കൽറ്റീസ് ഹാവ് ക്ലിയർഡ് ദ പ്രിലിമിനറി എക്സാമിനേഷൻ ആൻഡ് ആർ എക്സ്പേർട്സ് ഇൻ ദ മെയിൻസ് ആൻസർ റൈറ്റിംഗ്. ഓൾസോ നമ്മുടെ ഫാക്കൽറ്റി പൂളിൽ ദർ ആർ മെനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി അറ്റൻഡ് ദ ഇന്റർവ്യൂ ലെവൽസ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ മെയിൻസ് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം, അവിടെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് സർവീസ് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള, ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്ടീസ് ഉള്ള ആൾക്കാരാണ്. സോ ദാറ്റ് ആ ഒരു 1/2 മാർക്ക്, ഒരു 1 മാർക്ക് നിങ്ങൾക്ക് പുഷ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യനിൽ ഇംപ്രൂവ് ചെയ്ത് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ക്ലിയർ ഇൻ ദ എക്സാം. അതാണ് നമ്മുടെ ഫാക്കൽറ്റി പൂളിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നെക്സ്റ്റ്, നിങ്ങളുടെ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ബേസിനെ വൈഡ് ആക്കുവാനും അതുപോലെ തന്നെ ഷാർപ്പ് ആക്കുവാനും വി ഹാവ് ഡെയിലി കറണ്ട് അഫയേഴ്സ് മൊഡ്യൂൾസ് വിച്ച് ആർ അവൈലബിൾ ടു യു. ഡെയിലി ന്യൂസ് പേപ്പറിൽ വരുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വിൽ ബി ഡെലിവേർഡ് ടു യു സോ ദാറ്റ് നിങ്ങൾക്കത് മിസ് ഔട്ട് ആകാതെ വായിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനെ കോംപ്രഹെൻസീവ് കവറേജ് ചെയ്യാനായിട്ട്. എലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് അസിസ്റ്റഡ് ന്യൂസ് പേപ്പർ റീഡിംഗ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് യു വിൽ ബി നോയിങ് ഹൗ ടു റീഡ് ദ ന്യൂസ് പേപ്പർ, ഹൗ ടു മേക്ക് നോട്ട്സ് ഔട്ട് ഓഫ് ഇറ്റ്, ആൻഡ് ഓൾസോ which all are the most important topics which are being covered or which are to be covered in the current affairs for your preparation. Now comes the second quality which is desirable for a good civil service aspirant, and that is the capability to analyze things. കാണുന്നൊരു കാര്യത്തിനെ എന്താണെന്ന് മനസ്സിലാക്കി കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് അതിൽ നിന്നും കൺവേർട്ട് ഇറ്റ് to the demands of the UPSC examination. And that analytical and critical thinking capability is the next important quality which is desirable in an aspirant. And adinu ningale help cheyyunnadine our faculties and mentors who are experts in their own domain and also who are experts in assessing the things which are happening around you, they will be here to assist you. And when it comes to your interview preparation,
അവിടെ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനാലിസിസും ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടും ഷാർപ്പ് ആക്കുന്നതിനും വി ആർ പ്രൊവൈഡിങ് യു ദ ഗൈഡൻസ് ഓഫ് ദോസ് ഹു ഹാവ് ഓൾറെഡി സെർവ്ഡ് ആസ് സിവിൽ സർവൻസ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ് ഓഫ് വർക്ക് ആൻഡ് ഓൾസോ കറന്റ്ലി സെർവ് ചെയ്യുന്ന ഇന്റർവ്യൂവിന് ഹ്യൂജ് മാർക്സ് കിട്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സും ദേ വിൽ ഓൾസോ ബി ഗൈഡിങ് യു. നിങ്ങളുടെ ഈ ഒരു അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് യു ഓൾസോ നീഡ് എ പ്രോപ്പർ വിഷൻ ഓഫ് ദ സൊസൈറ്റി. You also need a proper value system and also proper view of how the things should be there around you. And for that, you need a strong mental acumen. അതിനു വേണ്ടിയിട്ട് we are also providing you expert psychologist support in our academy. നിങ്ങളുടെ PCM കോഴ്സിന്റെ ഭാഗമായിട്ട് throughout your preparation, we will be providing you the assistance from expert psychologists which are there in Trivandrum. So, ഒരു knowledge base ഡെവലപ്പ് ചെയ്ത ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു ആസ്പിരന്റ് ആയി മാറിയ ശേഷം the next quality which you require is the skill and capability to implement these things. കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അതായത് പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ദ വേ ഇൻ വിച്ച് UPSC ഈസ് ആസ്കിംഗ് ദീസ് ക്വസ്റ്റ്യൻസ് ഇറ്റ് ഡിഫേഴ്സ്. സോ ഓരോ ലെവലിനും റിക്വയർഡ് ആയിട്ടുള്ള ഡിമാൻഡ് അനുസരിച്ച് യു നീഡ് ടു റീഫ്രേസ് യുവർ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ ഡിമാൻഡ് എന്താണോ അത് തിരിച്ചറിഞ്ഞ് you need to score better, and for that you need to have that application level capabilities. And how can you build it? ഇവിടെ അമൃത IAS അക്കാഡമിയുടെ PCM കോഴ്സിന്റെ ഭാഗമായിട്ട് റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് വീക്ക് ഓഫ് യുവർ പ്രിപ്പറേഷൻ, എവറി വീക്ക്, എവറി ഡേ നിങ്ങളുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ബേസിസിൽ വി വിൽ ബി പ്രൊവൈഡിങ് യു ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ ന്യൂസ് പേപ്പർ കണ്ടന്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇംപ്രൂവിംഗ് യുവർ അനലിറ്റിക്കൽ ആൻഡ് ആപ്ലിക്കേഷൻ capabilities. And every week after the completion of 5-day classes from Monday to Friday, Saturday there will be a revision test for you. ആ റിവിഷൻ ടെസ്റ്റിൽ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ കവർ ചെയ്യുന്ന ക്ലാസ്സിലെ ടോപ്പിക്സിന്റെ ബേസിസിലും ആ ഒരു 1 വീക്കിലെ കറണ്ട് അഫയേഴ്സിന്റെ ബേസിസിലും യു ആർ സപ്പോസ് ടു റൈറ്റ് എ ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ യു വിൽ ബി നോയിങ് ഹൗ ടു അപ്ലൈ ദ നോളജ് വിച്ച് ഐ ഹാവ് അക്വയർഡ് ത്രൂ ദിസ് വീക്ക്. ആൻഡ് ഓൾസോ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രിലിംസ് ഓറിയന്റഡ് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. From the very first week onwards, you will be given the guidance on how to properly write a mains answer, so that by the time you clear the prelims, you will be having that capability to write good mains answers. So that is the second step towards improving your analytical and application level capabilities. Now comes the most important levels of improving your application capabilities, and that is the prelims master test series and also the mains master test series, which is related to the mains examination. How the prelims master test series and the mains master test series is different from others. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, the way in which we are framing the questions is in a way which is on par with the UPSC examination. UPSC question ചോദിക്കുന്ന ആ ഒരു പാറ്റേൺ റിയലൈസ് ചെയ്ത് ആ ഒരു മെത്തേഡിൽ കറണ്ട് അഫയേഴ്സിനെ how we can link to the basic content. This is the way in which we are framing our test series. അല്ലാതെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല അമൃതത്തെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടെസ്റ്റ് സീരീസ് ഹാസ് ഹെൽപ് നമ്പർ ഓഫ് ആസ്പിരൻസ് ടു ക്ലിയർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് എക്സാമിനേഷൻ ടു. പ്രിലിംസ് മാസ്റ്റർ ടെസ്റ്റ് സീരീസ് വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം നവംബർ ഓൺവേർഡ്സ്. കാരണം ബൈ നവംബർ പ്രിലിംസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. And not just for prelims, mains oriented ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 80% ടോപ്പിക്സ് വിൽ ഓൾസോ ബി കംപ്ലീറ്റഡ് ബൈ നവംബർ. സോ നവംബറിൽ നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ടിൽ യുവർ പ്രിലിംസ് എക്സാമിനേഷൻ ഇൻ മെയ്. സോ ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് പഠിച്ച കണ്ടന്റിനെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എക്സ്പോഷർ കിട്ടും. ദാറ്റ് ഈസ് വൺ തിങ്. നൗ ഈ പ്രിലിംസ് മാസ്റ്റർ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് വീക്കെൻഡിൽ വരുന്ന ഒരു ടെസ്റ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. എലോങ് വിത്ത് ദാറ്റ്, ടു ഇംപ്രൂവ് യുവർ കേപ്പബിലിറ്റീസ്, നിങ്ങൾക്ക് കൂടുതൽ ആക്യുറസി കൊണ്ടുവരാനായിട്ട്, നിങ്ങൾക്ക് കൂടുതൽ ക്രിട്ടിക്കൽ കേപ്പബിലിറ്റീസ് ആൻഡ് അനാലിസിസ് കൊണ്ടുവരാനായിട്ട് ദർ വിൽ ബി ഡെയിലി എക്സാം പ്രാക്ടീസ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്രിലിംസ് ഹിറ്റ്. ഒരു ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും കിട്ടുന്നുണ്ടാകും. എലോങ് വിത്ത് ദാറ്റ്, നിങ്ങളൊരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കറക്റ്റ് ആണോ, അതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കുഡ് ബി ഡൺ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് യു വിൽ ബി ഗിവൺ ദ അസിസ്റ്റൻസ് ഓഫ് എ ഡെഡിക്കേറ്റഡ് മെന്റർ ടു യു. ആൻഡ് ദിസ് മെന്റർ who already have cleared multiple prelims and mains examination will be there to guide you through your different levels of exam. Also, നിങ്ങൾക്ക് പ്രിലിംസ് എക്സ്പോഷർ പ്രോപ്പർ ആയിട്ട് കിട്ടുവാനായിട്ട് ആസ് പാർട്ട് ഓഫ് അവർ പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാം PYQ ഡിസ്കഷൻ സെഷൻസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യും. ആൻഡ് ഹൗ ഈസ് ഇറ്റ് ഡൺ?
നമ്മളുടെ തന്നെ ഫാക്കൽറ്റി പൂളിലും മെന്റർ പൂളിലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ദോസ് ഹു കൺസിസ്റ്റന്റ്ലി ക്ലിയർ പ്രിലിംസ് ആൻഡ് ദാറ്റ് ഇൻ എ ഗ്രേറ്റ് മാർജിൻ, വെറുതെ ചുമ്മാ കട്ട് ഓഫ് കടന്നു പോകുന്നവരല്ല, നല്ലൊരു കൺസിഡറബിൾ മാർജിനിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന മെന്റേഴ്സ്, ദേ കം ടുഗദർ, ദേ കം ആസ് എ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ ആൻഡ് യു വിൽ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ് ഡിസ്കഷൻ. വെറുതെ ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള സെഷൻ അല്ല നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻസ് എന്ന് പറയുന്നത്. ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ എങ്ങനെ UPSC ഫ്രെയിം ചെയ്ത് അതിനെ നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള പ്രോപ്പർ ഗൈഡൻസ് വിൽ ഓൾസോ ബി ഗിവൺ ത്രൂ അവർ പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാം. ആൻഡ് ദസ് യുവർ നോളജ്, analytical skill and also your application skills will be enriched in a way which is necessary for the UPSC Civil Service examination. Now comes the most important quality which is necessary for a civil service aspirant, and that is the capability to manage time, to be the most efficient person. കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. വെറുതെ നോളജ് നമ്മൾ അക്വയർ ചെയ്ത് വെറുതെ അതിനെ അപ്ലൈ ചെയ്യുന്ന രീതി മാത്രം പോരാ. You need to know how to manage your time. And how can you do that? The reality of our current situation is that നമുക്ക് ടെലഗ്രാമിലൂടെയും ഗൂഗിളിലൂടെയും യു ഹാവ് n number of resources which is available to you. ആൻഡ് അതാണ് ഇന്ന് ഏതൊരു ആസ്പിരൻറ്റും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചും. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഹൗ ടു മാനേജ് ദീസ് കണ്ടന്റ്. അപ്പോൾ ഈ കണ്ടന്റിനെ മാനേജ് ചെയ്യാനായിട്ട് വാട്ട് വി ആർ പ്രൊവൈഡിങ് അറ്റ് അമൃത IAS അക്കാഡമി ഈസ് ദാറ്റ് നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് സബ്ജക്ട്സിന്റെ ക്ലാസ് റൂം ലെക്ചർ നോട്ട്സ് വിൽ ബി പ്രൊവൈഡഡ്. യെസ്, ലൈക്ക് most of the other academies. We will be giving you classroom lecture notes of most of the subjects, but not of all subjects. Why? എല്ലാ സബ്ജക്ട്സിനും നമ്മൾ unnecessarily നോട്ട് മേക്കിംഗ് ചെയ്യേണ്ടെന്ന ആവശ്യകതയില്ല. Say for example, I am the faculty for Indian Polity and Governance, and for this particular subject, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ലക്ഷ്മികാന്ത്, DD Basu, അങ്ങനെ there are many number of resources and most of the aspirants rely mostly on ലക്ഷ്മികാന്ത്. And the specialty is that ഇത്രയും നല്ല കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉള്ളപ്പോൾ should you be making an extra effort in making an additional note? And in my point of view, with respect to the prelims examination, നിങ്ങൾ പൊളിറ്റി എന്നുള്ളൊരു സബ്ജക്റ്റിന് വേണ്ടി ഒരു എക്സ്ട്രാ നോട്ട് ഉണ്ടാക്കുന്നതിലൂടെ you won't be gaining much, but at the same time if you are spending too much time on preparing such a note, that will be a waste of time for you. So that is our basic plan. ഒരു സ്റ്റുഡന്റിന് ആവശ്യമുള്ള കണ്ടന്റ്, ഒരു സ്റ്റുഡന്റിന് ആവശ്യമുള്ള നോട്ട്സ്, ഒരു സ്റ്റുഡന്റിന് ആവശ്യമുള്ള ഗൈഡൻസ്, ഇത് മാത്രമേ കിട്ടേണ്ടെന്ന് ആവശ്യകതയുള്ളൂ. അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്ത് ടൂ മച്ച് കണ്ടന്റ് പുഷ് ചെയ്ത് ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ബുക്സ് ഒന്നും നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കേണ്ടെന്ന ആവശ്യകതയില്ല. അങ്ങനെ മിനിമൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ അമൃത IAS അക്കാഡമിയിൽ പുഷ് ചെയ്യുന്നത്. മിനിമൽ മെറ്റീരിയൽസ് എന്ന് കരുതി ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഞങ്ങൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഈവൻ അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർ എക്സ്പേർട്സ് ഇൻ ദിസ് എക്സാം പ്രോസസ്. അവരും ഈ എക്സാമിന്റെ ഡിഫറെന്റ് ലെവൽസ് ക്ലിയർ ചെയ്ത് വന്നിരിക്കുന്നവരാണ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ മെയിൻസ് പ്രിപ്പറേഷന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആഡഡ് നോട്ട്സ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അമൃത കറണ്ട് അഫയേഴ്സ് വാൻ. നമ്മുടെ ഈ വാല്യൂ ആഡഡ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾറെഡി മെയിൻസ് ക്ലിയർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. And this is how we are making sure that even the materials which we provide are having the highest and exceptional levels of quality. ഇങ്ങനെ ഈ ഒരു മിനിമൽ മെറ്റീരിയൽസിലൂടെ you will be able to improve your preparation with efficiency. And also at the same time, നിങ്ങളുടെ ഈ ഒരു എഫിഷ്യന്റ് പ്രോസസ്സിനെ ടൈലർ ഫിറ്റ് ചെയ്ത് ഓരോ സ്റ്റുഡന്റിന്റെയും കേപ്പബിലിറ്റീസ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് we will be providing you separate individual study schedules and processes. And for this process, you will be having the assistance of a dedicated mentor to you. പല സമയത്തും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു മെന്ററിന് there is a limit on managing the number of students. പേരിനൊരു മെന്റർഷിപ്പ് സെഷൻ വയ്ക്കാനാണെങ്കിൽ we can have more number of students per mentor. പക്ഷേ ഒരു 10 to 15 എന്നുള്ളൊരു മെന്റർഷിപ്പ് ഗ്രൂപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ there are two advantages. First one is that സ്റ്റുഡൻസിന് ആ ഒരു ഡിസൈറബിൾ ഗ്രൂപ്പ്, ഒരു നല്ലൊരു ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് there will be a good peer support which will be getting to the student, so that ഒരു ബെറ്റർ ഡിസ്കഷൻസും ഒരു ബെറ്റർ വ്യൂസ് ഷെയറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. Now the second advantage of this limited group of mentorship is that ആ ഒരു മെന്ററിന് സ്റ്റുഡൻസിന്റെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുവാനും ടൈലർ ഫിറ്റ് ആയിട്ടുള്ള മെന്റർഷിപ്പ് പ്രോസസ്സ് കൊണ്ടുപോകാനും സാധിക്കും. വിച്ച് മീൻസ് നമ്മുടെ ഈ ഒരു പ്രോസസ് പ്രിപ്പറേഷന് വേണ്ടി വരുന്ന ഓരോ കാൻഡിഡേറ്റും ദേ ഹാവ് ദെയർ ഓൺ യൂണീക് കേപ്പബിലിറ്റീസ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്, അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തുകളും ഉണ്ട്. സോ വിത്ത് ദിസ് ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെന്റർഷിപ്പ്, വാട്ട് വി ആർ ഡൂയിങ് ഈസ് ദാറ്റ്
the mentor will be able to identify your strengths and weaknesses and thus tailor fit ആയിട്ടുള്ള പ്രോഗ്രാംസ് ക്യാൻ ബി ക്രിയേറ്റഡ്. അതായത് ഒരു സ്റ്റുഡൻറ് എത്ര മണിക്കൂർ ഒരു ദിവസം പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് പൊളിറ്റി എന്നുള്ള സബ്ജക്ട് അല്ലെങ്കിൽ ജോഗ്രഫി എന്നുള്ള സബ്ജക്ട്, ഇതിൽ ഓരോന്നിനും എത്രത്തോളം എഫേർട്ട് കൊടുക്കണം എന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടണമെങ്കിൽ ദ മെന്റർ ഷുഡ് ബി എ പേഴ്സൺ ഹു ഈസ് നോയിങ് യു. അല്ലാതെ ടൈം ബൗണ്ട് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്ലോട്ട് വെച്ച് മാത്രം മെന്റർഷിപ്പ് എടുത്താൽ ദാറ്റ് വോണ്ട് ഹെൽപ്പ് യു. ദസ് ത്രൂ ദിസ് എഫിഷ്യന്റ് പ്രോസസ് ഓഫ് മെന്റർഷിപ്പ് ആൻഡ് വാല്യുബിൾ നോട്ട്സ് ഫോർ യു, നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ടൈം സേവ് ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റിസൾട്ടിലോട്ട് എത്തുവാനും യു വിൽ ബി കേപ്പബിൾ. അങ്ങനെ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള ഒരു സ്ട്രോങ് ആസ്പിറന്റ് ആക്കി മാറ്റുന്നതിനോടൊപ്പം തന്നെ അമൃത IAS Academy is also providing you some unique features for your civil service preparation. And it starts with the residential coaching program which we are providing you. നമ്മളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണ് when you come and join അമൃത IAS Academy. Our hostel which is providing you with the good and most important facilities which are required for a civil service aspirant. സ്വസ്ഥമായിട്ട് നല്ലൊരു സ്ഥലത്ത് താമസിക്കുവാനും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുവാനുമുള്ള ഫെസിലിറ്റീസ്. നൗ വെൻ ഇറ്റ് കംസ് ടു ദ ഫുഡ് ഫെസിലിറ്റീസ് വിച്ച് ആർ അവൈലബിൾ ഇൻ യുവർ ഹോസ്റ്റൽ. ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഇൻ എ ബിഗ് സിറ്റി ലൈക്ക് ട്രിവാൻഡ്രം നല്ല ക്വാളിറ്റി ഫുഡ് കഴിച്ച് അതും ഒരു ലിമിറ്റഡ് എക്സ്പെൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ചാലഞ്ച്. സോ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിനും അവർ ഹോസ്റ്റൽ ഫെസിലിറ്റി ആൻഡ് ട്രാവൽ ഫെസിലിറ്റീസ് വിൽ ബി ഹെൽപ്പിംഗ് യു. ദ റീഡിംഗ് റൂം ഫെസിലിറ്റി വിച്ച് ഇസ് അവൈലബിൾ ഇൻ അവർ അക്കാഡമി, അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പീസ്ഫുൾ എൻവയോൺമെന്റ് വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ പ്രിപ്പയറിംഗ് വിത്ത് കോൺസെൻട്രേഷൻ ആൻഡ് ഓൾസോ ടു ബാലൻസ് യുവർ സ്റ്റഡീസ് വിത്ത് ദാറ്റ് ഓഫ് യുവർ ഡെയിലി ലൈഫ്. സോ ഇഫ് യു ആർ എ പേഴ്സൺ who want to be a successful aspirant and who want to become a civil servant, come and join Amrita IAS Academy. Join our prelims cum mains program which will help you in attaining your dreams at minimal efforts and with maximum precision.